രാമക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം അയോധ്യ നഗരവും അതിവേഗം ലോകോത്തര നിലവാരത്തിലേക്ക് വളരുകയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അയോധ്യയിൽ പണിതീർത്ത മഹർഷി വാൽമീകിയുടെ പേരിലുള്ള പുതിയ വിമാനത്താവളം. ശ്രീരാമ ഭഗവാന്റെ ജീവിതം വ്യക്തമാക്കുന്ന ചുവർ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. സരയൂ നദീതീരത്ത് രാമക്ഷേത്രം ഉയരുന്നതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കി മുഖം മിനുക്കുകയാണ് അയോധ്യ. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ഡാം. പുതിയ വിമാനത്താവളം അയോധ്യ ക്ഷേത്ര നഗരിയുടെ പ്രൗഢി വർദ്ധിപ്പിക്കും. 1450 കോടിയിലധികം രൂപ മുതൽ മുടക്കിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. രാമക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയ്ക്ക് സമാനമായാണ് രാമജന്മഭൂമിയിലെ വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടം. ഭഗവാൻ ശ്രീരാമന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങൾ, പ്രാദേശിക കലാരൂപങ്ങൾ, ചിത്രകലകൾ, LED ലൈറ്റിംഗുകൾ എന്നിവ വിമാനത്താവളത്തിന്റെ ഉൾഭാഗത്തെ വർണ്ണാഭമാക്കും. തീർത്ഥാടനം, വിനോദസഞ്ചാരം കൂടാതെ വാണിജ്യ വ്യവസായ മേഖലകൾക്ക് ഉണർവ് പകരാനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും പ്രയോജനപ്പെടുന്ന തരത്തിലാണ് മോദി യോഗി സർക്കാരുകൾ പുതിയ വിമാനത്താവളവും അനുബന്ധ പദ്ധതികളും നടപ്പിലാക്കിയത്. 6500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിലകൊള്ളുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒപ്പം മഴവെള്ള സംഭരണം, ജലശുദ്ധീകരണ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ് എന്നിങ്ങനെ സൗകര്യങ്ങളും. സാംസ്കാരിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം വികസന നേട്ടങ്ങൾ കൈപ്പിടിയിലാക്കുക എന്ന മോദി സർക്കാർ നയം തന്നെയാണ് പുതിയ വിമാനത്താവളവും അയോധ്യയിലെ മാറ്റങ്ങളും വ്യക്തമാക്കുന്നത്. ജനം, ഡൽഹി.